നമസ്കാരം. രാഹുൽ ഗാന്ധി എന്ന വിരളി പിടിച്ച കോൺഗ്രസ് നേതാവ് രാജ്യദ്രോഹികളുമായും വിഘടനവാദികളുമായും കൂട്ടുകൂടി രാജ്യത്തെ നശിപ്പിക്കാൻ ശ്രമിച്ചവരാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. രാഹുലും സോണിയയും കാണിച്ചു കൂട്ടിയത് മുഴുവനും രാജ്യദ്രോഹ പ്രവർത്തികളാണ്. മൻമോഹൻ സിംഗിനെ മുൻനിർത്തി സോണിയാഗാന്ധിയാണ് രാജ്യം ഭരിച്ചത്. പലതവണ പ്രധാനമന്ത്രി സ്ഥാനം രാജിവെക്കാൻ ഒരുങ്ങിയിരുന്നു മൻമോഹൻ സിംഗ്. കാരണം സോണിയാഗാന്ധിയുടെ പ്രവൃത്തിയിൽ അദ്ദേഹത്തിന് വലിയ തോതിൽ ഒരു വിഷമമുണ്ടായി. രാജിക്കത്ത് സോണിയാഗാന്ധിയുടെ മുഖത്തേക്ക് വലിച്ചെറിയാൻ വരെ മൻമോഹൻ സിംഗ് പലതവണ ആലോചിച്ചിരുന്നു. പോക്കറ്റിൽ എപ്പോഴും അദ്ദേഹം രാജിക്കത്ത് കൊണ്ട് നടക്കുമായിരുന്നു സോണിയാഗാന്ധിയുടെ ഈ പ്രവൃത്തി കാരണം. മൻമോഹൻ സിംഗിന് പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് വാതിൽ തുറന്നു കൊടുത്തത് തന്നെ ബി.ജെ.പിയുടെ ഒറ്റ പിടിവാശി കൊണ്ടാണ്. പല പ്രാവശ്യം രാഹുൽ ഗാന്ധിയുമായിട്ടും സോണിയാഗാന്ധിയുമായിട്ടും മൻമോഹൻ സിംഗ് പിണക്കി പല പ്രശ്നങ്ങളും ഉണ്ടായി, ഉടക്കുക വരെ ഉണ്ടായി. പലതവണ രാഹുൽ ഗാന്ധി മൻമോഹൻ സിംഗിനെ പൊതുവേദിയിൽ വെച്ച് പരസ്യമായിട്ട് അപമാനിച്ചിട്ടുണ്ട്. സ്വന്തം പാർട്ടിയിൽ നിന്നും വേണ്ടുവോളം അപമാനം നേരിട്ട വ്യക്തി വേറെ ആരും ഉണ്ടാകില്ല എന്നതാണ് യാഥാർത്ഥ്യം. സോണിയാഗാന്ധി പറയും, അതേപടി മൻമോഹൻ സിംഗ് കേൾക്കും. അങ്ങനെ മൻമോഹൻ സിംഗിന് അവിടെ പറ്റിയിരുന്നുള്ളൂ. കാരണം ഒരു ഡമ്മി പ്രധാനമന്ത്രി എന്ന രീതിയിലാണ് സോണിയാഗാന്ധി മൻമോഹൻ സിംഗിനെ രാജ്യത്തിന് മുമ്പേ കാണിച്ചത്. കുൽദീപ് നായർ തന്റെ ഓൾ ലീഡേഴ്സ് ആൻഡ് ഐക്കൺ എന്ന പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: സോണിയയ്ക്കും അവരുടെ കുടുംബത്തിനും സ്വീകാര്യനായ ഒരു പ്രധാനമന്ത്രി വേണം. അതുകൊണ്ടാണ് മൻമോഹൻ സിംഗിനെ അവർ പ്രധാനമന്ത്രി കസേരയിൽ അവരോധിച്ചത്. സർക്കാർ ഫയലുകൾ സോണിയുടെ വസതിയായ 10ാം നമ്പറിലെ ജൻപഥിലേക്ക് നേരെ പോകും രാജ ഓഫീഷ്യൽ മന്ദിരത്തിൽ നിന്നും. അവിടെ അഹമ്മദ് പട്ടേൽ പ്രതിദിന സർക്കാർ പ്രവർത്തനങ്ങളിൽ അവർക്ക് വേണ്ട ഉപദേശങ്ങൾ നൽകും. അതായത് പ്രധാനമന്ത്രിയല്ല രാജ്യത്തിന്റെ ഫയലുകൾ നോക്കുന്നത് എന്നത് അർത്ഥം. സോണിയാഗാന്ധിയും അഹമ്മദ് പട്ടേലുമാണ് എല്ലാ ഫയലുകളും നോക്കി പ്രധാനമന്ത്രിക്ക് എങ്ങനെ പറയണമെന്ന് എല്ലാം ചാർട്ട് ചെയ്ത് നൽകുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. രാഹുൽ ഗാന്ധി പരസ്യമായി രംഗത്ത് വന്ന ആ സംഭവം ഇതാണ്. 2013 സെപ്റ്റംബർ 27 രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തു. ഇതിന് പിന്നാലെ നാടകീയമായ പ്രഖ്യാപനങ്ങളും അരങ്ങേറി. മൻമോഹൻ സർക്കാർ കൊണ്ടുവന്ന ഓർഡിനൻസ് സമ്പൂർണ്ണ അബദ്ധമാണെന്നും അത് കീറി വലിച്ചെറിയണമെന്നും പ്രഖ്യാപിച്ച രാഹുൽ ഗാന്ധി ക്യാമറകൾ നോക്കി ഓർഡിനൻസ് വലിച്ചു കീറി. അതായത് ഇന്ത്യൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ മുഖത്തേക്ക് ഓർഡിനൻസ് വലിച്ചെറിയുന്ന രീതിയിലായിരുന്നു രാഹുൽ ഗാന്ധി ആ ഓർഡിനൻസ് എന്ന് വലിച്ചു കീറി ക്യാമറയുടെ മുമ്പ് എറിഞ്ഞത്. ഇതിൽ പരം അപമാനവും നാണക്കേടും മൻമോഹൻ സിംഗിനെ നേരിടാൻ ഉണ്ടായിരുന്നില്ല കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്ത് നിന്ന്. മന്ത്രിസഭയുടെ തീരുമാനങ്ങളെ കാറ്റിൽ പറത്തി സ്വന്തം പാർട്ടി തന്നെ രംഗത്തെത്തിയത് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗിന് വലിയ നാണക്കേടും മനസ്സിൽ വലിയ വിഷമങ്ങളും ഉണ്ടാക്കി എന്നതാണ് യാഥാർത്ഥ്യം. എന്തായിരുന്നു ആ ഓർഡിനൻസ് എന്ന് നോക്കാം. 2 വർഷമോ അതിൽ കൂടുതലോ തടവ് ശിക്ഷ ലഭിക്കുന്ന ജനപ്രതിനിധികൾക്ക് സ്ഥാനം നഷ്ടമാകുമെന്നും സുപ്രീം കോടതി വിധിച്ചു. 2013 ജൂലൈ 10 നിർണായകമായ വിധി. ഈ ഉത്തരവിനെ മറികടക്കാൻ പഠിച്ച പണി 18 പയറ്റിയിട്ടും മൻമോഹൻ സിംഗ് സർക്കാർ നോക്കി. കാലിത്തീറ്റ കുംഭകോണ കേസിൽ ശിക്ഷിക്കപ്പെട്ട RJD നേതാവ് ലാലു പ്രസാദ് യാദവിനെ രക്ഷിക്കാൻ സുപ്രീം കോടതി വിധിക്ക് മുകളിലായി ഓർഡിനൻസ് കൊണ്ടുവരാമെന്ന് മൻമോഹൻ സിംഗ് സർക്കാർ തീരുമാനിച്ചു. കോടതി വിധി വന്ന് 2 മാസത്തിന് ശേഷം ഓർഡിനൻസ് കൊണ്ടുവന്നു. ജനപ്രതിനിധികൾ ശിക്ഷിക്കപ്പെട്ടാൽ സുപ്രീം കോടതി വരെയുള്ള നടപടികൾ പൂർത്തിയായതിനു ശേഷമേ സ്ഥാനത്ത് നിന്ന് നീക്കാവൂ എന്നായിരുന്നു ഓർഡിനൻസ്. അഴിമതി കേസുകളിലും മറ്റുമായി ശിക്ഷിക്കപ്പെട്ട ജനപ്രതിനിധിമാരെ രക്ഷിക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെ അന്നത്തെ പ്രധാന പ്രതിപക്ഷമായിരുന്ന BJP ദീക്ഷിതമായി തന്നെ വിമർശിച്ച് രംഗത്തെത്തി. ഇതിനിടെയാണ് അമേരിക്ക സന്ദർശിക്കാൻ മൻമോഹൻ സിംഗ് പോയ വേളയിൽ രാഹുലിന്റെ വാർത്താ സമ്മേളനവും ബില്ല് കീറിയെറിയുന്ന നാടകവും അവിടെ അരങ്ങേറുന്നത്. കോൺഗ്രസ് പാർട്ടിയും UPA സർക്കാരും തമ്മിൽ അടിച്ചു പിരിയുന്ന വക്കിലെത്തിയതും പ്രതിച്ഛായ സൃഷ്ടിക്കാൻ രാഹുലിന്റെ പ്രകടനം അതൊരു കാരണമായി. ഇതിന് പിന്നാലെ വന്ന പൊതു തെരഞ്ഞെടുപ്പിൽ UPA വമ്പൻ പരാജയം ഏറ്റുവാങ്ങി. അതോടുകൂടിയാണ് മൻമോഹൻ സിംഗ് കുറച്ചു കാലം കോൺഗ്രസുമായിട്ടും ഇടങ്ങി നിന്ന് കോൺഗ്രസിന്റെ ഒരു പദവികളും ഏറ്റെടുക്കാതെ ഒഴിഞ്ഞു മാറി നിന്നത്.